വചനക്കൊന്തയിലൂടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നു. ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കുന്നു. വചനം നമുക്ക് സൗഖ്യം നൽകുന്നു, വഴി നടത്തുന്നു. വചനം വഴി നമുക്ക് പുതുജീവൻ നൽകുന്നു, ശക്തി ലഭിക്കുന്നു. അത് ആത്മാവും ജീവനും ആകയാൽ നമ്മുടെ ചേതനയിലും ആത്മാവിലും മജ്ജയിലും സന്ധിബന്ധനങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ നിയോഗങ്ങളെ വിവേചിച്ചു തരുന്നു. അത് നമുക്ക് വഴി കാട്ടിയാകുന്നു. നന്മതന്മകളെ വിവേചിച്ചറിയാൻ സഹായിക്കുന്നു. തിരുവചനം ഉച്ചരിക്കുമ്പോൾ സാത്താൻ വിട്ടുപോകുന്നു. കാരണം തിരുവചനം യേശുവാണ്. വചനം മാംസം ധരിച്ചതാണ്. യേശു ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ നാം ആഗ്രഹിക്കുന്ന കാര്യം അതിനുള്ള തിരുവചനങ്ങൾ ആവർത്തിച്ച് ഉരുവിടുമ്പോൾ അവ സംഭവിക്കുന്നു. ബൈബിളിലെ എല്ലാ തിരുവചനങ്ങളും മനുഷ്യൻ്റെ ആവശ്യത്തിനും സൗഭാഗ്യത്തിനും വിടുതലിനും നന്മയ്ക്കും വേണ്ടിയുള്ളതാകയാൽ അതിന് വേണ്ടപ്പെട്ട വചനം കണ്ടുപിടിച്ച് ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ കാര്യങ്ങൾ നിവർത്തിക്കപ്പെടുന്നു. രോഗസൗഖ്യത്തിനായുള്ള പ്രാർത്ഥന. ആദ്യം ബന്ധന പ്രാർത്ഥന. കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുനാമത്തിൻ്റെയും തിരുവചനത്തിൻ്റെയും ശക്തിയാലും കുരിശിലങ്ങ് ചിന്തിയ പരിശുദ്ധ രക്തത്താലും കുരിശിലങ്ങ് നേടിയ മഹത്വത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഉപദ്രവിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാചുകളെയും തിരുസഭയുടെ സൈകിക അധികാരത്തോടും സഭയിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോടും ഐക്യപ്പെട്ട് പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ മിഖായിലിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥത്തോടും ചേർന്ന് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നിന്റെ അനുസരിച്ച് അവരോട് പ്രവർത്തിക്കുക. ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ അമൂല്യമായ രക്തത്താൽ പൊതിഞ്ഞ് സംരക്ഷിച്ച് അങ്ങയുടെ രൂപയിലൂടെ നയിക്കണമേ. ഈശോയുടെ ശക്തിയുള്ള നാമത്തിൽ ശത്രുത, വെറുപ്പ്, അസൂയ, അലസത, അഹങ്കാരം, ഭയം, നിരാശ, ഭിന്നത, കലഹം, മദ്യശക്തി, ദിവ്യശക്തി, ദിവ്യശക്തി എന്നിവയുടെ രൂപികൾ എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും അകന്നു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവ്, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിത്താക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധനങ്ങളിലും മജ്ജയിലും തുറച്ചുകയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ നിയോഗങ്ങളെ വിവേചിക്കുന്നതുമാണ്. മരുന്നോ ലേപാവശ്യതമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. മരുന്നോ ലേപാവശ്യതമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. മരുന്നോ ലേപാവശ്യതമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. മരുന്നോ ലേപാവശ്യതമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. മരുന്നോ ലേപാവശ്യതമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. മരുന്നോ ലേപാവശ്യതമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. മരുന്നോ ലേപാവശ്യതമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. മരുന്നോ ലേപാവശ്യതമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. മരുന്നോ ലേപാവശ്യതമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. മരുന്നോ ലേപാവശ്യതമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധനങ്ങളിലും മജ്ജയിലും തുറച്ചുകയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ നിയോഗങ്ങളെ വിവേചിക്കുന്നതുമാണ്. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു.
അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധനങ്ങളിലും മധ്യയിലും തുറച്ചേറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അവിടുന്ന് നിൻ്റെ ആകൃതങ്ങളെ ക്ഷമിക്കുന്നു, നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. 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 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധനങ്ങളിലും മധ്യയിലും തുറച്ചേറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാവങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. 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 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധനങ്ങളിലും മധ്യയിലും തുറച്ചേറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്. ആ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്. ആ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്. ആ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്. ആ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്. ആ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്. ആ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്. ആ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്. ആ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്. ആ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്. ആ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധനങ്ങളിലും മധ്യയിലും തുറച്ചേറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. വത്സരങ്ങൾക്ക് അറുതിയില്ലാത്തവനായ എൻ്റെ ദൈവമേ, എൻ്റെ ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുത് എന്ന് ഞാൻ യാചിക്കുന്നു. വത്സരങ്ങൾക്ക് അറുതിയില്ലാത്തവനായ എൻ്റെ ദൈവമേ, എൻ്റെ ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുത് എന്ന് ഞാൻ യാചിക്കുന്നു.
വത്സരങ്ങൾക്ക് അറുതിയില്ലാത്തവനായ എൻ്റെ ദൈവമേ, എൻ്റെ ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുത് എന്ന് ഞാൻ യാചിക്കുന്നു. വത്സരങ്ങൾക്ക് അറുതിയില്ലാത്തവനായ എൻ്റെ ദൈവമേ, എൻ്റെ ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുത് എന്ന് ഞാൻ യാചിക്കുന്നു. വത്സരങ്ങൾക്ക് അറുതിയില്ലാത്തവനായ എൻ്റെ ദൈവമേ, എൻ്റെ ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുത് എന്ന് ഞാൻ യാചിക്കുന്നു. വത്സരങ്ങൾക്ക് അറുതിയില്ലാത്തവനായ എൻ്റെ ദൈവമേ, എൻ്റെ ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുത് എന്ന് ഞാൻ യാചിക്കുന്നു. വത്സരങ്ങൾക്ക് അറുതിയില്ലാത്തവനായ എൻ്റെ ദൈവമേ, എൻ്റെ ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുത് എന്ന് ഞാൻ യാചിക്കുന്നു. വത്സരങ്ങൾക്ക് അറുതിയില്ലാത്തവനായ എൻ്റെ ദൈവമേ, എൻ്റെ ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുത് എന്ന് ഞാൻ യാചിക്കുന്നു. വത്സരങ്ങൾക്ക് അറുതിയില്ലാത്തവനായ എൻ്റെ ദൈവമേ, എൻ്റെ ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുത് എന്ന് ഞാൻ യാചിക്കുന്നു. വത്സരങ്ങൾക്ക് അറുതിയില്ലാത്തവനായ എൻ്റെ ദൈവമേ, എൻ്റെ ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുത് എന്ന് ഞാൻ യാചിക്കുന്നു. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധനങ്ങളിലും മധ്യയിലും തുറച്ചേറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ നിയമങ്ങളെ വിവേചിക്കുന്നതുമാണ്. മർക്കോസ് 5:41 ബാലികയെ എഴുന്നേൽക്കൂ. 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 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധനങ്ങളിലും മധ്യയിലും തുറച്ചേറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ നിയമങ്ങളെ വിവേചിക്കുന്നതുമാണ്.